ഒരു ട്രാൻസ് വുമൺ ആയി കഴിഞ്ഞാൽ സെക്സ് വർക്ക് ചെയ്ത് മാത്രമാണ് ജീവിക്കുകയുള്ളൂ, അവരങ്ങനെയാണ് എന്ന് മുദ്ര കുത്തുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. 10 രൂപ വേണമെങ്കിൽ ആരുടെയും കാല് പിടിക്കാതെ ജീവിക്കുക. സെക്സ് വർക്ക് ചെയ്യുന്ന ഒരാളെ ഞാൻ കുറ്റം പറയില്ല, ജോലി കൊടുക്കാനും ഒന്നിനും ആരും തയ്യാറല്ല. കുറ്റം പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ പോലും വണ്ടി വന്നേ പിന്നെയുള്ള ഒരു ജീവിതം ഹാപ്പിയാണ്. ഓട്ടോറിക്ഷക്കാരൻ ഒരിക്കലും പട്ടിണി നടക്കേണ്ടി വരില്ല. ആ ഒരു ഉറപ്പ് എനിക്കൊന്നുമില്ല. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള എൻ്റെ ചേച്ചിയുടെ കൂടെയാണ് നമ്മളുള്ളത്. നമസ്കാരം ചേച്ചി. നമസ്കാരം ചേച്ചി. ഇങ്ങനെ ഓട്ടം പോകാനുള്ള തിരക്കിനിടയിലാണ് നമ്മളിപ്പോൾ ചേച്ചിയോട് സംസാരിക്കാൻ കുറച്ച് സമയം ചോദിച്ചിട്ടുള്ളത്. ചേച്ചി, എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓട്ടോ ഓടിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഓട്ടോ ഡ്രൈവറായി തന്നെ പോകാം എന്നൊക്കെ തീരുമാനിക്കുന്നൊരു കാരണം? ഓട്ടോ ഡ്രൈവറായിട്ട് ഞാൻ ഈ ഒരു ജോലി തിരഞ്ഞെടുക്കാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് അതിൽ തന്നെ ജീവിച്ചു പോകണം, അത് വിജയിപ്പിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഓട്ടോയുടെ മെക്കാനിക്ക് അത്യാവശ്യം അറിയാം. പിന്നെ ഓട്ടോ ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. പിന്നെ എനിക്ക് പറ്റുന്നൊരു തൊഴിലുമാണ്. ഇപ്പോൾ ആളുകൾക്ക് പൊതുവായിട്ടുള്ളൊരു ധാരണ, ഒരു ട്രാൻസ് വുമൺ ആയി കഴിഞ്ഞാൽ സെക്സ് വർക്ക് ചെയ്ത് മാത്രമാണ് ജീവിക്കുകയുള്ളൂ, അവരങ്ങനെയാണ് എന്ന് മുദ്ര കുത്തുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ, ഇപ്പോൾ ആണെങ്കിൽ സർക്കാർ ജോലിയിലെ സംവരണം കാര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിന് മുന്നേ ഉള്ളൊരു കാലത്ത് ഒരു ഗതിയും ഇല്ലാതിരുന്നപ്പോൾ ചിലർ തിരഞ്ഞെടുത്തൊരു ജോലിയാണ്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒത്തിരി എല്ലാവരും, പക്ഷേ ഒത്തിരി ബുദ്ധിമുട്ടിലൂടെയാണ് അവരങ്ങനെയും ജീവിച്ചു പോകുന്നത്. ഒരു വീട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഒരു വീട് കിട്ടുമ്പോൾ നോർമലി സാധാരണ 5000 രൂപ കിട്ടുന്ന വീട് നമുക്ക് വരുമ്പോൾ 10000 രൂപയോ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, എനിക്ക് ഞാനായിട്ട് ജീവിക്കുന്ന, മറ്റുള്ളവരിപ്പോൾ കമ്മ്യൂണിറ്റിയെ കുറിച്ച് അറിയില്ലാത്ത ആരെന്ത് പറഞ്ഞാലും അത് അവരുടെ ധാരണ മാത്രമാണ്. ഇതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന നമുക്ക് മാത്രമേ അറിയുള്ളൂ. എന്നുവെച്ചാൽ വീട്ടുകാരില്ല, വീടില്ല, പൊതുസമൂഹമില്ല, നമുക്ക് അത്ര നാളുണ്ടായിരുന്ന ബന്ധുക്കളില്ല, കൂട്ടുകാരും ഇല്ല, ആരും ഇല്ലാതെ ഇരിക്കുമ്പോൾ ഒറ്റപ്പെട്ട് നമ്മൾ ജീവിച്ച് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. അവരങ്ങനെയാണ്. പിന്നെ ഞാൻ പറയാം, ഇപ്പോൾ സെക്സ് വർക്ക് ചെയ്യുന്ന ഒരാളെ ഞാൻ കുറ്റം പറയില്ല. എന്താണെന്ന് വെച്ചാൽ ഒരാൾ വെറുതെ ഒരു സ്ഥലത്ത് പോയിരുന്ന സെക്സ് വർക്ക് ആവുമല്ലോ, ആളുകൾ ചെന്നിട്ടല്ലേ ഓൾറെഡി അങ്ങനെ ആകുന്നത്. പിന്നെ എനിക്ക് എൻ്റെ ഒരു ലക്ഷ്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ പൊതുസമൂഹത്തിൽ എനിക്ക് ഞാനാന്ന് തന്നെ അറിയിച്ച് തന്നെ ജീവിക്കണം. ഞാനൊരു ട്രാൻസ് വുമൺ ആണ്, എനിക്കും പറ്റുന്ന തൊഴിലെടുക്കാൻ ഞാൻ തയ്യാറാണ്. അതുപോലെ എല്ലാ കമ്മ്യൂണിറ്റിയും അങ്ങനെയാണ്. പക്ഷെ ഒരു ജോലി കൊടുക്കാനും ഒന്നിനും ആരും തയ്യാറല്ല. കുറ്റം പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ ഒരു ലക്ഷ്യം ഇതൊക്കെ തന്നെയായിരുന്നു. ഇങ്ങനെ തന്നെ എൻ്റെ മരണം വരെ എനിക്കൊരു ജോലി വേണം, ഇത് തുടർന്ന് പോകണം എന്നൊരു ലക്ഷ്യത്തോട് തന്നെയാണ് ഓട്ടോ മേടിച്ചതെന്ന് വെച്ചാൽ എൻ്റെ പേരിലല്ല, വേറെ ആൾ മേടിച്ചതെന്നാണ്. കുറച്ച് പൈസ ഞാൻ കൊടുത്തു. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ വരും, അല്ലെങ്കിൽ ലോണൊക്കെ ശരിയാകുമ്പോൾ ആൾക്ക് പൈസ കൊടുത്ത് എൻ്റെ പേരിലേക്ക് ആക്കാം എന്നൊരു എഗ്രിമെന്റും പുറത്ത് മേടിച്ചതാണ്. ഇപ്പോൾ പൊതുവിൽ ചേച്ചി സ്വന്തമായിട്ടൊരു സംരംഭം എന്ന രീതിയിൽ കൃഷി അടക്കം ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ ഒരു ട്രാൻസ് വുമണോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡറിനോ ഒരു സംരംഭം തുടങ്ങുക എന്ന് പറയുന്നത്, ഈ ലോൺ കിട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാണോ? അല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഈ വണ്ടി വാങ്ങിയിട്ട് നിലവിൽ 1 വർഷം നിലവിലാവാമ്പോൾ, അപ്പോൾ വനിതാ വികസന കോർപ്പറേഷൻ്റെ ലോൺ നമുക്ക് ഓൾറെഡി കൊടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ അടച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്ന് ഞാൻ മിക്കപ്പോഴും വിളിച്ച് ചോദിക്കും, ഞങ്ങളുടെ സെല്ലിലേക്കൊക്കെ വിളിച്ച് ചോദിക്കും, ലോണായോ, എനിക്കും ഇത് എൻ്റെ പേരിലേക്ക് ആക്കണം. ഇപ്പം എനിക്ക് മേടിച്ചു തന്ന ആള് ചിലപ്പോൾ നാളെ എന്താ പറയുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇത് നിലവിൽ ആളുടെ പേരിലുള്ള വണ്ടി. ഇനിയിപ്പോൾ ആളിനിപ്പോൾ ഇവിടുന്ന് വേറെ പുറത്തേക്ക് പോകണമെങ്കിൽ അവരുടെ വീട്ടിൽ എങ്ങനെ വണ്ടി അമ്മ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ അതെനിക്ക് നല്ല മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ലോണിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം, ഇത് 1 വർഷം അടുത്തായി ഞാനിത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് മാർച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അപേക്ഷ ക്ഷണിക്കുമായിരിക്കും. എന്നിട്ട് ഉറപ്പൊന്നുമില്ല, ചോദിക്കും, പറയാം അടുത്ത മാസം അല്ലെങ്കിൽ പിന്നത്തെ മാസം. ഇപ്പം ഇങ്ങനെ ചിലർ നല്ലത് പറയുന്നവരുണ്ടാവും, അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നവരുണ്ടാവും. ഇപ്പം ഇങ്ങനെ ഓടിച്ചു പോകുമ്പോഴാണെങ്കിലും ഒക്കെയും ഇതിനെ നെഗറ്റീവായിട്ട് തളർത്തി പറയുന്ന ആളുകളും ഉണ്ടായിട്ടുണ്ടോ? നിലവിൽ ഇപ്പോൾ ഏകദേശം ഒരു വർഷം 8-9 മാസത്തോളമായി നിലവിൽ വണ്ടി വന്നിട്ട്. പക്ഷേ എൻ്റെ ഇന്റർവ്യൂ ഒന്നും വന്നതിൽ ഒരാളും അതിനകത്തൊന്നും ഒരു മോശം കമന്റ് ഇടുകയോ, മില്യൺ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഒരാൾ വന്ന് പറയുകയോ അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്നെ പ്രതി വേറെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ കമന്റ് അടിക്കാനോ, അല്ലെങ്കിൽ എൻ്റെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ വണ്ടി നമുക്ക് അങ്ങനത്തെ മൈൻഡൊന്നും ഒരാളിൽ നിന്നും ഇതുവരെ ഞാനില്ല. എനിക്ക് ഇത് ഏലൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇപ്പം ഏകദേശം നമ്മൾ ഏലൂർ തന്നെ താമസിക്കുന്ന 1.5 വർഷമായി. പക്ഷേ ഇവിടുത്തെ നാട്ടുകാരും
ഈ വാർഡിലെ മെമ്പർ എനിക്ക് ഭയങ്കര സപ്പോർട്ടുള്ള ഒരു ആളാണ്. ഈ വാർഡിലെ മെമ്പർ എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യം ഉണ്ടെങ്കിൽ പോലും അതുപോലെ അവരുടെ കൂടപ്പിറപ്പിനെ പോലെയാണ് എന്നെ കൊണ്ടു നടക്കുന്നത്. പിന്നെ ഏലൂരുകാർ പ്രത്യേകിച്ച് ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ വർഷപൂജ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ തന്നെ പന്തലിട്ടാണ് നടന്നത്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിക്കൊക്കെ ഒരു വീട്ടിലെ രണ്ടാൾ കൂടുതൽ വന്ന് അതാരാന്ന് ചോദിക്കും, അല്ലെങ്കിൽ വേറെ തരത്തിലാണ് ആൾക്കാർ വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഓണറും. പക്ഷെ ഇവിടുത്തെ എൻ്റെ ഓണർ ചോദിച്ചു പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഒരു പരിപാടി നടത്താണ്, എന്നോട് ചോദിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു. പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. പുള്ളി എന്നോട് പറഞ്ഞത് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അത്ര സപ്പോർട്ടാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടത്തി ഇവിടെ മൊത്തം ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു 170 പേരെ വിളിച്ചു, ഒരു 200 മേലെ ആൾ വന്നു. പക്ഷെ ഏറ്റവും കൂടുതലും നമുക്ക് ഇവിടെ നിന്ന് വിളിച്ച ആളുകളുടെ സപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടത്തെ ഉള്ള ഒരിക്കലും ഒരാളെയും ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മളെത്രയും ചേർത്ത് നിർത്താൻ തയ്യാറായതുകൊണ്ടാണ് നമുക്ക് ഇത്ര സന്തോഷമായിട്ട് ഇപ്പൊ ഓട്ടം പോകാനാണെങ്കിലും പോകാനും വരാനും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എല്ലാവരും അങ്ങോട്ടും സാധാരണ ഒരാളോട് പെരുമാറുന്ന അതേ രീതി തന്നെ. ഇപ്പൊ ഞാൻ ജനിച്ചുള്ള നേരിമംഗലത്ത് അവിടെ പോലും അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ പോലും അത്ര എന്നെ ചേർത്ത് നിർത്തിയിട്ടില്ല. പക്ഷെ ഇവിടെ നിന്ന് ഉള്ള ആളുകൾ നല്ല രീതിയിൽ എൻ്റെ സപ്പോർട്ട് ചെയ്യുന്നതും സംസാരിക്കുന്നതും അവരുടെ വീട്ടിലെന്തെങ്കിലും സാധനം ഉണ്ടായി എനിക്ക് തരാനും എനിക്കെന്ത് അങ്ങനെയൊക്കെ പഴയ ഒരു സ്റ്റൈലിലാണ് ഇപ്പൊ ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് ഒരുപാട് ഹാപ്പിയാണ്. വെച്ചാൽ മെന്റലി ഒരുപാട് ഡിപ്രഷൻ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. പല കാര്യങ്ങൾക്കും കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങൾക്കും അല്ലാതെയൊക്കെ ആയിട്ട് ടെൻഷനും ഉണ്ടായിരുന്നു, ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ പോലും വണ്ടി വന്നേ പിന്നെയുള്ളൊരു ജീവിതം ഹാപ്പിയാണ്. പിന്നെ എൻ്റെ പാർട്ട്ണർ എനിക്ക് ഭയങ്കര എന്നെ മുന്നോട്ടുള്ള ഒരേ കാൽവെപ്പിനും പുള്ളി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. എന്ത് കാര്യത്തിനും നിനക്ക് ഇനി നല്ലൊരു ലൈഫുണ്ട് അത്തരത്തിൽ മാത്രം പോകണം എന്നെപ്പോഴും എന്നെ പറഞ്ഞ് പഠിപ്പിച്ച് എൻ്റെ കൂടെ തന്നെ ഒരു 3.5 വർഷമായിട്ടുള്ള ഒരാളാണ് എൻ്റെ കൂടെ. എനിക്ക് ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിരുന്ന സമയത്തൊക്കെ എൻ്റെ കൂടെ നിന്ന് എന്നെ ഉയർത്തി കൊണ്ടുവരാൻ മാക്സിമം ശ്രമിച്ചിട്ട് വ്യക്തിയാണ്. ഭയങ്കര സന്തോഷമുണ്ട് ഇത് പറയുന്നത് കേൾക്കുമ്പോൾ. അതുപോലെ ഈ ഓട്ടോ തന്നെ ആയിരിക്കുമല്ലേ ഇപ്പൊ സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞു, അപ്പൊ സർജറിക്ക് വേണ്ടിയിട്ടൊക്കെ പണം സമ്പാദിക്കാൻ ഒരുപാട് ഈ ഓട്ടോ കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഇല്ല, സർജറി കഴിഞ്ഞ് 2 സർജറി കഴിഞ്ഞപ്പോഴാണ് ഓട്ടോ മേടിച്ചത്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഓർമ്മ ഉണ്ടായിരുന്നു പണ്ടും. പിന്നെ എനിക്ക് പപ്പീസും കോഴിയും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ പാർട്ട്ണർ എന്നെ കുറേ സഹായിച്ചിട്ടുണ്ട്. സാധാരണ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ കൂടെയൊക്കെ വന്ന് നിൽക്കുന്ന മിക്ക പാർട്ട്ണർമാരും കൂടുതലും അവരെ ചൂഷണം ചെയ്യുന്നതായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സംഭവം. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തനാണ് ഈ പറഞ്ഞ വ്യക്തി. എനിക്ക് സർജറിയുടെ സമയത്തൊക്കെ ആയാലും പൈസ കൊണ്ട് ഒരുപാട് സഹായിച്ചു. പിന്നെ ആദ്യത്തെ സർജറിയുടെ സമയത്ത് എൻ്റെ രഞ്ജു എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മായി സിസ്റ്റത്തിലെ അമ്മ രഞ്ജുമോൾ മോഹനായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് കഥകൾ പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിക്കാരി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് സുധീന്ന് വേണ്ട ഒരു മമ്മി, അങ്ങനെ കുറച്ച് പേര് ക്യാഷ് കൊണ്ട് സഹായിച്ച. അങ്ങനെ എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ 2 സർജറിയും ഭംഗിയായിട്ട് കഴിഞ്ഞു. നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞിപ്പോൾ ഇങ്ങോട്ടുള്ള ജീവിതം ഓക്കെയാണ്, ഹാപ്പിയാണ്. അപ്പൊ ഓട്ടോ ഒക്കെ ഇപ്പൊ എങ്ങനെ കിട്ടുന്നുണ്ടോ? ഓട്ടം അത്യാവശ്യം ഓട്ടോ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇവിടെ നിന്നൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ഓട്ടോ ഉണ്ടെങ്കിൽ വിളിക്കും. അല്ലാതെ പുറത്ത് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഓട്ടോ ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കാര്യങ്ങൾ നടക്കുമ്പോൾ എൻ്റെ ഫിനാൻസ് തുടങ്ങി. അത് ചേച്ചി ശരിക്കും പറഞ്ഞാൽ ഒരു മാതൃകയാണെന്ന് തന്നെ പറയാം. കാരണം ഇതുപോലെ കമ്മ്യൂണിറ്റി ഉള്ളവർ പലരും പറയുന്നുണ്ട്, കാരണം ഒരു തൊഴിൽ കിട്ടാതെ പോകുന്നൊരവസ്ഥ ഭയങ്കര ദയനീയമാണെന്ന്. എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ ഒരു പ്രചോദനമാണെന്ന് തോന്നുന്നല്ലേ, നമുക്ക് ഉള്ളത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും. ഇപ്പം എന്നോട് തന്നെ ഞാൻ ഈ വണ്ടി എടുത്തതിന് ശേഷം ട്രാൻസ്മെൻസ് ആയാലും അതുപോലെ ട്രാൻസ്മെന്റ് എങ്ങനെ എടുത്തത്, അത് എത്ര രൂപയായി, എങ്ങനെ ഡൗൺ പേയ്മെന്റ്, നമുക്ക് ഫിനാൻസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. ഏതെങ്കിലും ഷോറൂമിൽ നിന്നൊക്കെ ചെന്ന് സംസാരം നമ്മൾ ട്രാൻസ്മെന്റ് പറയുമ്പോൾ പൊതുവേ എല്ലാവർക്കും ഉള്ള ഒരു ഇത് തന്നെ അവർക്കും ഉണ്ട്. ഇപ്പം ഞാൻ ഈ വണ്ടി എൻ്റെ പേര് എടുക്കാൻ മാക്സിമം നോക്കിയതാണ്. പക്ഷേ അന്ന് ഫിനാൻസിൽ നിന്ന് ഭയങ്കര അത് നമുക്ക് പിന്നെ കരാട അങ്ങനെ കുറേ നിബന്ധനകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് പറ്റില്ല. അപ്പം ഇതുപോലെ എന്നെ ഇത്രയായിട്ട് സഹായിക്കാൻ ഒരാളുണ്ടായിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു മേഖല, എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഒരു തൊഴിലെത്തണമെന്ന്. പക്ഷെ ഇത്ര ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിലെത്തിപ്പെട്ടത്. അപ്പോൾ ഒരുപാട് പേർക്ക് അവരവരുടെ രീതിയിലേക്ക് ജീവിച്ച് പോകണം എന്ന് ആഗ്രഹമുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞ സാമ്പത്തികം, പിന്നെ ഇപ്പോൾ ഒരു ഷോപ്പ് ഏതെങ്കിലും തരത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതെങ്ങനെ വിജയിക്കും അല്ലെങ്കിൽ വിജയിക്കാൻ പറ്റുമോ എന്ന് എല്ലാവർക്കും കൂടി സംശയം ഉണ്ടാവും. ഇപ്പോൾ ബ്യൂട്ടീഷ്യൻ മേഖലയിലാണെങ്കിൽ ഒരുപാട് കമ്മ്യൂണിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്, അതും വിജയമുള്ള ഒരു മേഖലയാണ്. പക്ഷെ വീണ്ടും ഒരാൾ കൂടി അങ്ങോട്ട് പോയിട്ട് അത് ഒരു ഷോപ്പൊക്കെ എടുക്കണേ എത്ര ലക്ഷം രൂപകളെ ഉണ്ടായില്ല. അപ്പം ഇത് ഞാൻ നോക്കിയപ്പോൾ എന്തായാലും ഇതും കൊണ്ട് ജീവിച്ച് പോകാമെന്ന്. ഓട്ടോറിക്ഷക്കാരൻ ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ല, ആ ഒരു ഉറപ്പ് എനിക്കൊന്നും ഉണ്ട്. പിന്നെ പൊതുസമൂഹത്തിൽ നമുക്ക് എവിടെയായാലും നമുക്ക് സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉണ്ടെന്ന് പറയുന്നത് അഭിമാനം തന്നെയാണ്. വെച്ചാൽ 10 രൂപ വേണമെങ്കിൽ ആരുടെയും കാല് പിടിക്കാതെ ജീവിക്കുക. എനിക്ക് ഇന്നത്തെ സമൂഹത്തിലെ പിള്ളേരോടും സ്ത്രീകളോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ പഠിക്കാൻ പറ്റുന്ന അത്രയും പഠിക്കുക, എന്തെങ്കിലും ഒരു ജോലിയിൽ എത്തിപ്പെടുക. എന്ന് വെച്ചാൽ ഒരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് പല സ്ഥലത്തും എന്നാ വീട്ടിൽ അമ്മായിമ്മ പീഡനം, ഭർത്താവിൻ്റെ പീഡനം, അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് വാർത്തകളൊക്കെ കാണുന്നത്. അപ്പോൾ ആ സ്ഥിതിക്ക് സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ
നമുക്ക് പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതിലും എപ്പോഴും നല്ലതാണ് സ്വന്തമായിട്ട്. അപ്പം എന്ത് ജോലിയാണെങ്കിലും അഭിമാനത്തോടെ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഇപ്പോൾ അനുസരിച്ച് പറഞ്ഞ തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ ചെയ്യുന്നൊരു ജോലി അത് അഭിമാനത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരു സ്ത്രീയെ അടക്കം സംബന്ധിച്ച് വലിയൊരു കാര്യം എന്നുള്ളത്. അതിനൊരു വലിയ മാതൃക തന്നെയാണ് അനുസരിച്ച്.